ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിണ്ണിലായിരുന്ന ദൈവത്തെ മണ്ണിലിറക്കി കൊണ്ടുവന്ന സുദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് മുതൽ കുരിശുമരണം വരെ ഒരു യാത്രയുണ്ട്. സ്വർഗത്തിലായിരുന്ന ദൈവത്തെ മണ്ണിലെ മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന നീണ്ട ഒരു യാത്ര. ഈശോയുടെ കുരിശുമരണ സമയത്ത് ദേവാലയത്തിൽ തിരശ്ശീല കീറിപ്പോകുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതുവരെ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന അകലം കീറി മാറ്റപ്പെടുകയാണ്. ഇനി അങ്ങനെ ഒരു തടസ്സമില്ല, അങ്ങനെ ഒരു തിരശ്ശീലയില്ല. ദൈവവും മനുഷ്യനും ഒന്നായി ചേരുന്ന നിമിഷം, അതാണ് കുരിശിൽ സംഭവിക്കുക. കുരിശിലെ ഈശോ മനുഷ്യൻ അനുഭവിച്ച വേദനകളേക്കാൾ കഠിനമായ വേദനകൾ അനുഭവിച്ച് ദൈവമായിരുന്നിട്ട് കൂടി മനുഷ്യനോട് താതാത്മ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു ദൈവത്തെ മറ്റെവിടെയാണ് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കുക? അവൻ വന്നതും കുരിശിൽ മരിച്ചതുമെല്ലാം മനുഷ്യനെ സ്വർഗത്തിലേക്ക് ഉയർത്താനാണ്. അത് അവൻ സാധ്യമാക്കുന്നു. ആ തിരശ്ശീല കീറൽ വലിയ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഭൂമിയിലെ മനുഷ്യരെല്ലാം ആകാശത്തേക്ക്, സ്വർഗത്തിലേക്ക് നോക്കി നടക്കേണ്ടവരാണ് എന്ന് നമ്മളെ ആ തിരശ്ശീലയുടെ കീറൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂമിയിലുള്ളതെല്ലാം വളരെയധികം നൈമിഷികമാണെന്ന്, നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയമായവയ്ക്ക് വേണ്ടി യത്നിക്കേണ്ടവരാണെന്നും ആ തിരശ്ശീല കീറൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കുരിശിൻ്റെ വഴിയിലെ ഈ ധ്യാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ധ്യാനം നമ്മുടെ വേദനകളെയും സങ്കടങ്ങളെയുമെല്ലാം അല്പം കൂടി ലാഘവത്വത്തോടെ, ഹൃദയവിശാലതയോടെ കാണാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.